So next is parabolic arch. Okay, parabolic arch പറ്റിയിട്ടാണ് പറഞ്ഞത്. വെച്ചാൽ 3 hinged arches നമ്മൾ consider ചെയ്യുന്ന shape parabolic shape. So ഇവിടെ എഴുതിയിട്ടുണ്ട് a 3 hinged arch usually have hinges at the two springings and at the crown. It is statically determinate. So now we are considering a parabolic arch of span small l. അത് വെച്ചാൽ രണ്ട് സപ്പോർട്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ എൽ ആൻഡ് ഇറ്റ്സ് സെൻട്രൽ റൈസസ് yc. The equation of arch can be written as y is equal to 4yc by l square x into l minus x. ഇതാണ് പാരബോളയുടെ ഇക്വേഷൻ. ഈ സെയിം ഇക്വേഷൻ ആണ് നമ്മൾ കേബിൾസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ഓഫ് കേബിളിന് ആർച്ചാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു y is equal to, അവിടെ 4h ആയിരുന്നു, ഇവിടെ എച്ചിന് പകരം yc ആണ് വരിക നമ്മുടെ റൈസ്. സോ നൗ ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ദാറ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷൻ. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0. അതുപോലെ വെൻ എക്സ് ഇസ് ഈക്വൽ ടു എൽ, ദാറ്റ് ഇസ് ദി എൻ പൊസിഷൻ, y is equal to 0. And if you are taking when x is equal to L by 2, half portion varaanengil you will get y is equal to yc. Now to find the slope of the arch. Slope കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് y നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, dy by dx, അതാണ് സ്ലോപ്പ്. സോ dy by dx കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് dy by dx of 4yc by l square, x നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വിൽ ഗെറ്റ് lx മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിൽ ഗെറ്റ് l മൈനസ് 2x. ഓക്കെ, l മൈനസ് 2x കിട്ടിയാൽ നമ്മൾ വീണ്ടും കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, സ്ലോപ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ എക്സിനെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് dy by dx as 4yc by l. And when x is equal to l, we will get dy by dx as minus 4yc by l. And at x is equal to l by 2, that is midpoint ലാണെങ്കിൽ you will get the slope as 0. So center portionൽ slope 0 ആയിരിക്കും. Now dy by dx നെ നമുക്ക് tan theta ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ tan theta ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ tan inverse of 4yc by l square into l minus 2x എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യുക. ഇനി ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, രണ്ട് സപ്പോർട്ട്സിൻ്റെ അവിടെ രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സെൻറ്റർ പോയിന്റിലേക്കുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് ഇക്വേറ്റ് ചെയ്യണത്. Okay, the force H is calculated by equating the bending moment at the central hinge to 0. So we can consider a problem. A 3-hinged arch of 40 meter span and rise 8 meter carries concentrated loads of 200 kilonewton and 150 kilonewton at a distance of 8 meter and 16 meter from the left end and a UDL of 50 kilonewton meter on the right half of the span. Find the horizontal thrust. H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് കൊടുത്ത ലോഡ്സ് തന്ന ലോഡ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് വേണ്ടത് വെർട്ടിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ VA VB ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ VA VB കണ്ടുപിടിക്കാൻ നമ്മൾ നോർമൽ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്ന പോലെ ചെയ്യാം. VA പ്ലസ് VB ഇസ് ഈക്വൽ ടു 200 പ്ലസ് 150 പ്ലസ് 50 ഇൻറ്റു എത്രയാണോ ലെങ്ത്ത്, എത്ര സ്പാനിലാണ് UDL ആക്ട് ചെയ്യണം ആ ലെങ്ത്ത്, ഇവിടെ 20. സോ 50 ഇൻറ്റു 20. സോ വിൽ ഗെറ്റ് VA പ്ലസ് VB ഈക്വൽ ടു 1350. നെക്സ്റ്റ് വി ആർ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് A or B. സോ ഹിയർ വി ആർ ടേക്കിംഗ് ദ മൊമെൻറ്റ് അബൌട്ട് A. സോ മൊമെൻറ്റ് അബൌട്ട് A എടുക്കുമ്പോൾ VB ഇൻറ്റു 40 മൈനസ് 200 into 8 minus 150 into 16 minus UDL case 50 into 20 into 20 by 2 plus 20. This solve ചെയ്ത് കഴിഞ്ഞാൽ you will get the value for VB. VB കിട്ടിക്കഴിഞ്ഞാൽ VA കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ we have to find the bending moment at the central hinge. So
ഒരു സെക്ഷൻ ലൈന് സെൻട്രൽ ഹിഞ്ചിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വി ആർ കൺസിഡറിങ് ഐദർ ദി ലെഫ്റ്റ് സെക്ഷൻ ഓർ ദി റൈറ്റ് സെക്ഷൻ. സോ ഈ കേസിൽ നമ്മൾ ലെഫ്റ്റ് സെക്ഷനാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ലെഫ്റ്റ് സെക്ഷനിൽ വരുന്ന ഫോഴ്സസ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെൻ്റ് അറ്റ് പോയിന്റ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ വരണത് HA × 8. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി കാരണമാണ് നെഗറ്റീവ് എടുത്തത്. സോ -HA × 8 -200 × സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 12 -150 × 4 + VA × 20 = 0. വിയുടെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ട് 500. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ HA. ഇനി HA തന്നെയാണ് HB. സോ ഇഫ് യു ആർ ടേക്കിംഗ് സിഗ്മ H = 0 വിൽ ഗെറ്റ് HA - HB = 0. സോ HA HBയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. സോ ദിസ് ഇസ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ a parabolic 3-hinged arch of span L is subjected to a UDL of W per meter over the entire span. Find the horizontal thrust and bending moment at any section XX. Okay, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുള്ളത്. ഷോ ദാറ്റ് ദി പാരാബോളിക് ഷേപ്പ് ഇസ് എ ഫ്യൂണിക്കുലർ ഷേപ്പ് ഫോർ എ 3-hinged arch subjected to a uniformly distributed load over to its entire span. രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമ്മളൊരു 3-hinged arch കൺസിഡർ ചെയ്തു, ഹാവിങ് എ UDL W per meter. സോ W per meter UDL ആക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് WL/2 ആയിരിക്കും. ഇനി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H കണ്ടുപിടിക്കാൻ പോയിന്റ് സി കൂടെ ഒരു സെക്ഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ടേക്കിംഗ് ദ മൊമെൻറ്റ് അബൌട്ട് ദ പോയിന്റ് സി. സോ വിൽ ഗെറ്റ് VA × L/2 -HA × YC -WL/2 × L/4. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് HA as WL²/8YC. ഇതാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. നെക്സ്റ്റ് വേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എനി സെക്ഷൻ XX. സോ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യാണ് X ഡിസ്റ്റൻസ് ഫ്രം ദി എൻഡ് A ആൻഡ് വി ആർ ഫൈൻഡിങ് ദി മൊമെൻറ്റ് ടു ദാറ്റ് സെക്ഷൻ. സോ വിൽ ഗെറ്റ് VA × X -HA × ഈ സെക്ഷൻ കട്ട് ചെയ്ത പോയിന്റിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് YX -WX²/2. ദാറ്റ് ഇസ് എ UDLയുടെ കേസ്. ഇവിടെ നമ്മൾ YX-ന് പാരബോളയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് 4YC/L² × X × L - X. ആൻഡ് HAയുടെ വാല്യൂ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് WL²/8YC. ഈ രണ്ട് ഇക്വേഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ മൊമെൻറ്റ് ആസ് 0. സോ UDL ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്ന കേസിൽ മൊമെൻറ്റ് അറ്റ് എനി സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. നെക്സ്റ്റ് ടോപ്പിക് ഇസ് നോർമൽ ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ഷിയർ ഇൻ ദി ആർച്ച്. ഓക്കെ, സോ ഒരു ആർച്ചിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എനി പോയിന്റ് എക്സ് എന്നുള്ള പോയിന്റിലുള്ള ഇൻക്ലിനേഷനാണ് തീറ്റ. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ ഉണ്ടാവണ വെർട്ടിക്കൽ ഷിയർ ആണ് VX-ഉം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് H. ഓക്കെ, സോ നമ്മുടെ സപ്പോർട്ടിൽ നമ്മൾ VA-യും H-ഉം മാർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ VX ഉണ്ടാവും, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H ഉണ്ടാവും. H എപ്പോഴും സെയിം ആയിരിക്കും, V ആണ് ഡിഫർ ചെയ്ത് വരാം. സോ ഈ ഒരു രണ്ട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ആ പോയിന്റിൽ ഉണ്ടാവുന്ന റേഡിയൽ ഷിയർ. അതാണ് ഇവിടെ RX എന്ന് റെപ്രസെൻറ്റ് ചെയ്ത റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് NX. അതാണ് ഈ ഒരു പോയിന്റ്. സോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് VX-നെ വി ആർ റിസോൾവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നോർമൽ ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ഷിയർ. ഓക്കെ, സോ യു വിൽ ഗെറ്റ് VX sin θ, VX cos θ. അതുപോലെ തന്നെ H-നെ നമ്മൾ ഈ രണ്ട് ഡയറക്ഷൻ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് RX, ദാറ്റ് ഇസ് വെർട്ടിക്കൽ അല്ലെങ്കിൽ RX-ൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സസ്. RX വിൽ ബി ഈക്വൽ ടു
Vx cos theta minus h sin theta. And Nx will be equal to Vx sin theta plus h cos theta. ഇതാണ് റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻസ്. ഇനി ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുക. A parabolic 3-hinged arch carries a UDL of 30 kN per meter on the left half of the span. It has a span of 16 meter and the central rise of 3 meter. Determine the resultant reactions at supports. Find the bending moment, normal thrust and radial shear at xx, that is 2 meter from the left support. സോ ഒരു ആർച്ച് വരയ്ക്കുക, അവിടെ വരുന്ന റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് യു ഡി എല്ലും മാർക്ക് ചെയ്തു. ഇനി റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ ആദ്യം വേർട്ടിക്കൽ റിയാക്ഷൻസ് എഴുതി, ദാറ്റ് ഇസ് വി എ വി ബിയും കണ്ടുപിടിക്കുക. സോ വി എ പ്ലസ് വി ബി ഈക്വൽ ടു 30 into 8 ആൻഡ് ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ വി ബി. വി ബി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി എ കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് ഹൊറിസോണൽ ത്രസ്റ്റ് കിട്ടാൻ പോയിന്റ് സിയിലേക്കുള്ള മൊമെൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ സിയിലൊരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാൻ കാരണം ഏത് സൈഡിലാണ് ലോഡ്സ് കുറവുള്ളത് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മളിവിടെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്ത്. ആൻഡ് വി ആർ ടേക്കിംഗ് ദ മൊമെൻറ്റ് അബൌട്ട് ദ ക്രൗൺ പോയിന്റ് സി. സോ യു വിൽ ഗെറ്റ് h into 3 minus vb into 8 is equal to 0. So you will get h is equal to 160 kN. ഇനി നമുക്ക് ടോട്ടൽ റിയാക്ഷൻ ആർ എ ആർ ബി കിട്ടാൻ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ചെയ്ത ആറേയും കിട്ടും, റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ചെയ്ത ആർ ബിയും കിട്ടും. ഇതാണ് റിയാക്ഷൻസ്. ഓക്കെ, ഇനി വേണ്ടത് വി ഷുഡ് ഫൈൻഡ് ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എക്സ് എക്സ്. അപ്പോൾ എക്സ് എക്സ് എന്നുള്ള പോയിന്റിൽ സെക്ഷൻ കട്ട് ചെയ്തിട്ട് അവിടേക്കുള്ള ബെൻഡിങ് മൊമെൻറ്റ് എഴുതാണ്. ഇപ്പോൾ എക്സ് എന്നുള്ള പോയിന്റിലാണ് നമ്മൾ കട്ട് ചെയ്യണത്. So the bending moment will be VA into 2 minus H into YX. X എന്നുള്ള പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് YX മൈനസ് യു ഡി എല്ലിൻ്റെ കേസ് എടുക്കുമ്പോൾ 30 into 2 into 1. ഇനി ഇവിടെ YX കണ്ടുപിടിക്കാൻ നമുക്കിവിടെ തന്നിട്ടുണ്ട് എക്സ് ഡിസ്റ്റൻസ് എന്നത് 2 meter ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടാണ്. സോ YX കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ 4YC/L² ഇൻറ്റു എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ്, അതിൽ എക്സിന് 2 എല്ലിന് 16ഉം വൈ സിക്ക് 3 മീറ്ററിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈ എക്സ് കണ്ടുപിടിക്കുക. ഈ വൈ എക്സ് വേണം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൊമെൻ്റ് അറ്റ് എക്സ് എക്സ് കണ്ടുപിടിക്കുന്നത്. ഇനി എന്താ വേണ്ടത്? നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയർ അറ്റ് എക്സ്. ഓക്കെ, സോ നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റയുടെ ഇക്വേഷനാണ് ടാൻ ഇൻവേഴ്സ് 4YC/L² ഇൻറ്റു എൽ മൈനസ് 2x. ഓക്കെ, എല്ലാ ഡാറ്റയും ഗിവൺ ആണ്. ഇത് നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. ഇനി വേണ്ടത് വി എക്സ് ആണ്. അത് വെച്ചാൽ എക്സ് എന്നുള്ള സെക്ഷനിൽ ഉണ്ടാവുന്ന ഷിയർ. സോ എക്സ് എന്നുള്ള സെക്ഷനിൽ വരുന്ന ഷിയർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിലാണ് സെക്ഷൻ കട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ സെക്ഷൻ കട്ട് ചെയ്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഷിയർ ഫോഴ്സ് വെർട്ടിക്കൽ ഫോഴ്സസ് വരണേന്ന് നോക്കാം. സോ അതിൽ വി എ വരുന്നുണ്ട്, പിന്നെ എക്സ് വരയ്ക്കുള്ള ഡിസ്റ്റൻസിലുള്ള യു ഡി എല്ലും വരുന്നുണ്ട്. നമ്മുടെ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. സോ അവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 30 into 2. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, വി എ മൈനസ് 30 into 2. അങ്ങനെ നമുക്ക് വി എക്സ് കിട്ടും. വി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് എൻ എക്സ് ഇസ് വി എക്സ് സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ ആൻഡ് റേഡിയൽ ഷിയർ ഇസ് Vx cos theta minus h sin theta. Okay, substitute either, you will get the value. Next question similar question ആണ്. A parabolic 3-hinged arch carries a load as shown in figure. Determine the resultant reactions at support. Find the bending moment and normal thrust and radial shear at D 5 meter from A and what is the മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. സോ ഫസ്റ്റത്തെ പോർഷനൊക്കെ നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ റിയാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നോർമൽ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണ പോലെ വി എ വി ബി കണ്ടുപിടിക്കുക. അതുപോലെ ഹൊറിസോണൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ സി എന്നുള്ള പോയിന്റിലേക്കുള്ള മൊമെൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എച്ച് കിട്ടും. അവിടെ നിന്ന് നമുക്ക് ആർ എ ആർ ബി സോൾവ് ചെയ്യാം.
ഇനി ഡി എന്നുള്ള പോയിന്റിലേക്കുള്ള ബെൻഡിങ് മൊമെൻറ്റ്, ഡി എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ഫ്രം ദി സപ്പോർട്ട് എ. സോ ഡി എന്നുള്ള പോയിന്റിലേക്കുള്ള മൊമെൻറ്റ് എഴുതുക. അതിൽ വൈ ഡിക്ക് എക്സിൻ്റെ അവിടെ 5 മീറ്ററിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് മൊമെൻറ്റ് അറ്റ് ഡി. ഇനി നോർമൽ ത്രസ്റ്റ് കിട്ടാൻ തീറ്റയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം വി ഡി കണ്ടുപിടിക്കാൻ ഡി എന്നുള്ള പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ ഫോഴ്സസ് ആണോ വരുന്നതെന്ന് നോക്കാം. ആ ഫോഴ്സസിൻ്റെ ഒരു സമ്മാണ് വി ഡി. ഓക്കെ, അങ്ങനെ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിൽ ഒക്കർ അറ്റ് യു ഡി എൽ. ഇപ്പോൾ യു ഡി എല്ലൊരു സെക്ഷൻ കട്ട് ചെയ്യാണ്. ഓക്കെ, സി ഈ യു ഡി എല്ലിൻ്റെ അവിടെ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്തു. സെക്ഷൻ കട്ട് ചെയ്തിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ടു ദാറ്റ് സെക്ഷനാണ് എഴുതുന്നത്. സോ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തിട്ട് ഈ റൈറ്റിംഗ് ദി ബെൻഡിങ് മൊമെൻറ്റ്. സോ വിൽ ഗെറ്റ് വി ബി ഇൻ എക്സ് മൈനസ് എച്ച് ഇൻറ്റു വൈ എക്സ് മൈനസ് 25 എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, ഇതിൽ വൈ എക്സിന് നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് 4yc ബൈ എൽ സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ്. അവിടെ എക്സിൻ്റെ സ്ഥാനം എക്സ് ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നു, കാരണം നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയില്ല. ഇത് എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. ഈ ഒരു വലിയ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് 49x മൈനസ് 4.9 എക്സ് സ്ക്വയർ ആണ്. ഇനി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനെ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദാറ്റ് ഇസ് dm ബൈ dx will be equal to 0. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ എക്സ്. അത് വെച്ചാൽ 49x മൈനസ് 4.9 എക്സ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ നമുക്ക് 49 മൈനസ് 4.9 ഇൻറ്റു 2x എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 5 ആയിട്ട് കിട്ടും. ഈ കിട്ടിയ 5ൻ്റെ വാല്യൂ നമ്മൾ ഈ മൊമെൻറ്റിൻ്റെ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A symmetrical 3-hinged parabolic arch of span 40 meter and rise 8 meter carries a UDL of 30 kN per meter over the left half of the span. Calculate the reactions at the supports. Also calculate the bending moment, radial shear, normal thrust at a distance of 10 meter from the left support. ഇതും സെയിം ആണ്, ഡിഫറൻസ് ആയിട്ട് ചേഞ്ച് ഒന്നും വരുന്നില്ല. നമ്മൾ ആദ്യം തന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് നോർമലായിട്ട് കണ്ടുപിടിക്കുക. അതുപോലെ ഹൊറിസോണൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് സിയിലേക്കുള്ള മൊമെൻറ്റ് എടുക്കുക. എന്നിട്ട് RB കണ്ടുപിടിക്കുക. അതിനുശേഷം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് പോയിന്റ് തന്നിട്ടുണ്ട്, വെച്ചാൽ 10 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. സച്ച് ദാറ്റ് എക്സിൻ്റെ വാല്യൂ നമ്മൾ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതുപോലെ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കണ്ടുപിടിക്കുക. ആദ്യം തീറ്റ കണ്ടുപിടിക്കുക. തീറ്റയുടെ ഒപ്പം തന്നെ വി ഡി, അത് വെച്ചാൽ 10 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫോഴ്സസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വി ഡി കണ്ടുപിടിച്ചു. ആ വാല്യൂസ് വേണം നോർമൽ ത്രസ്റ്റിൻ്റെ റേഡിയൽ ഷിയറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇത്രയാണ് പാരാബോളിക് ആർച്ചിൽ പറയണത്.